ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ CSEB എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സാം തീരുന്നതിന് മുന്നേ തന്നെ നമുക്ക് അടുത്ത എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതാ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അടുത്ത CSEB എക്സാം ഫോക്കസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഡൗട്ട്സിന് ഒരു ക്ലാരിഫിക്കേഷനുമായി ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ ഒപ്പം ഉള്ളത് ചിക്കുമോൻ സാറാണ്. ചിക്കുമോൻ സർ, ഹായ്. അപ്പോൾ സാറേ, നമുക്ക് അടുത്ത CSEB എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി ഏകദേശം എപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു എക്സാം എക്സ്പെക്ട് ചെയ്യാം? നമുക്ക് ഒരു 2026 ഫസ്റ്റ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇപ്പോൾ ഇലക്ഷൻ്റെ ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ് 2026 ജനുവരി ഫെബ്രുവരി മാസത്തേക്ക് നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ടൈം ഈ എക്സാം എഴുതുന്നവരുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്ക് ഈ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നൊരു ഡൗട്ട് ഉണ്ടാവും. അതെങ്ങനെയായിരിക്കും? ഓക്കെ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സബ്ജക്റ്റ്, അതായത് അക്കൗണ്ടൻസി, ബാങ്കിങ്, കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ എന്നീ സബ്ജക്റ്റുകളിൽ നിന്നും 70 മാർക്കിൻ്റെ ചോദ്യങ്ങളാണുള്ളത്. അതുപോലെ GK, ഇംഗ്ലീഷ്, മാത്സ് 10 മാർക്ക് വീതം 30 മാർക്ക്. അപ്പോൾ അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, അത് 20 മാർക്ക് വീതമാണ്. അതുപോലെ കോർപ്പറേഷനും കോപ്പറേറ്റീവ് ലോയും നമുക്ക് 15 മാർക്കിനുമാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ എത്ര ടൈം ആയിരിക്കും ഈ ഒരു എക്സാമിന് ടൈം ഫ്രെയിം? 90 മിനിറ്റ് ആണ് എക്സാം എഴുതുവാനായിട്ടുള്ള സമയം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടോ? അതായത് ഇന്ന ടോപ്പിക്കുകളൊക്കെ നോക്കിയിട്ട് പോയാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടോ? അതിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ അക്കൗണ്ടൻസിക്കും ബാങ്കിങ്ങിനും 20 മാർക്കാണുള്ളത്. അപ്പോൾ നമുക്ക് കോർപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലോ നോക്കുമ്പോൾ 15 മാർക്ക് വീതമാണുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇപ്പം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആളുകളുണ്ടാവാം. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അക്കൗണ്ടൻസിയുടെ ബേസ് മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ അതൊക്കെ അക്കൗണ്ടൻസിയിൽ 20 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇതിൽ GKയുടെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ്? നമ്മളെ സംബന്ധിച്ച് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളത് GK, ഇംഗ്ലീഷ്, മാത്സ് ആണ്. കാരണം ഒരു സഹകരണ മേഖലയിലെ ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ച് സബ്ജക്റ്റ് എല്ലാവർക്കും ഒരേപോലെ തന്നെയായിരിക്കും. എന്നാൽ അവിടെ GKക്കും ഇംഗ്ലീഷിനും മാത്സിനും എത്ര മാർക്ക് കിട്ടുന്നു, അതാണ് അവരുടെ റാങ്ക് നിശ്ചയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് GKക്കും ഇംഗ്ലീഷിനും മാത്സിനും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എക്സാമിൽ നിന്നും സിലബസിന് ഇപ്രാവശ്യം എന്തെങ്കിലും ചേഞ്ച് വരാൻ സാധ്യതയുണ്ടോ? നമുക്ക് ഒരു കാലത്ത് സിലബസ് പോലും ഇല്ലാതെയായിരുന്നു നമ്മുടെ എക്സാം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് ഒരു സിലബസ് നമ്മുടെ മുൻപിലുണ്ട്. ആ ഒരു സിലബസിനെ ഫോളോ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിലബസിനോട് ബന്ധപ്പെട്ട രീതിയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ 2 എക്സാമും നമുക്ക് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിലബസ് തന്നെയായിരിക്കും നമ്മുടെ അടുത്ത എക്സാമിന് നമുക്ക് ഉണ്ടാവുക. സാറേ, മുമ്പ് CSEB എക്സാം ഒരു ഒറ്റ എക്സാം ആയിരുന്നല്ലോ. പിന്നീട് ഈ ബാങ്കുകളെ 3ആയി സ്പ്ലിറ്റ് ചെയ്യുകയും ഇപ്പോൾ 3 ഭാഗങ്ങളായിട്ടാണ് എക്സാം നടക്കുന്നത്. ഒരു എക്സാം കഴിഞ്ഞു, ഇനി 2 എക്സാം വരുന്നുണ്ട്. അപ്പോൾ അടുത്ത CSEB എക്സാമും ഇതേ പാറ്റേൺ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുക? നമുക്ക് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ക്ലർക്കിന് തന്നെ 8 കാറ്റഗറി ആയിട്ടാണ്. അപ്പം നമുക്കൊരു 8 എക്സാം എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ 8 എക്സാം ആയിട്ട് നടക്കുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു കഴിഞ്ഞ പാറ്റേൺ പോലെയൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ മറ്റ് PSC എക്സാമിൽ നിന്നും എങ്ങനെയാണ് CSEB എക്സാം വ്യത്യസ്തമാവുന്നത്? നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഇപ്പം PSCയിൽ ഒരു ചോദ്യം നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 0.33 നെഗറ്റീവ് മാർക്ക് വരും. എന്നാൽ CSEBയിൽ അതിൽ നമുക്ക് ഒരു കറക്കി കുത്തി കിട്ടുന്ന ഒരു ഉത്തരം ശരിയായാൽ തന്നെ നമുക്ക് 1 മാർക്ക് ലഭിക്കുന്നതാണ്. അതാണ് PSCയും CSEB തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ CSEB എക്സാം ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇനി ഈ കോപ്പറേറ്റീവ് സെക്ടറിൽ എന്തൊക്കെയാണ് വരാനിരിക്കുന്ന എക്സാംസ് എന്ന് പറയുന്നത്? നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കിപ്പം നിലവിൽ KS കാർഡ് അസിസ്റ്റന്റ്, JCA ഗാർഡിയൻ വില്ലേജ്, അങ്ങനെ PSCയുടെ 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ CSEBയുടെ അതേ ക്വാളിഫിക്കേഷൻ, അതായത് ഡിഗ്രി പ്ലസ് HDC ഓർ JDC, അല്ലെങ്കിൽ BCom കോപ്പറേഷൻ. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണതും. അതും നമ്മുടെ ഈ ഒരു CSEBയുടെ സിലബസിനോട് ഏറെക്കുറെ സാമ്യമുള്ള രീതിയിലാണ്. അതായത് കോപ്പറേഷൻ, ബാങ്കിങ്, അതിൻ്റെ കൂടാതെ IT ആൻഡ് സൈബർ ലോ ആണ് അഡീഷണൽ ആയിട്ട് വരുന്ന ടോപ്പിക്ക്. ഇപ്പോൾ ഒരു CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ച് JCയും KS കാർഡ് അസിസ്റ്റൻറ്റും വളരെ നല്ലൊരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഓക്കെ. ഇനി CSEB എക്സാം ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് നമ്മുടെ CC ബാങ്ക് എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആവുന്നത്? നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഡെയിലി എക്സാമുകൾ, വീക്കിലി എക്സാമുകൾ. അത് വീക്കിലി എക്സാം എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെയാണോ CSEB എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതേ രീതിയിലാണ് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഒരു ഉദ്യോഗാർത്ഥിക്ക് എക്സാം ഹാളിൽ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ CSEB എങ്ങനെയാണോ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇവിടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഡെയിലി ടൈം ടേബിൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്? ഓക്കെ, നമ്മൾ അവർക്ക് ഡെയിലി പഠിക്കുവാൻ വേണ്ടി ഓരോ ടോപ്പിക്ക് കൊടുക്കും. അപ്പോൾ അവർ അത് നമ്മുടെ ആപ്പിലെ റെക്കോർഡഡ് വീഡിയോസ് കണ്ട് അവർ പ്രിപ്പയർ ചെയ്യുകയാണ്. അതുകൂടാതെ നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അവർക്ക് അറിയില്ലാത്ത ടോപ്പിക്ക് ഏതാണെന്ന് അവർ പറയുകയാണെങ്കിൽ നമ്മൾ മെൻറ്റർഷിപ്പ് ക്ലാസ്സിൽ ആ ഒരു ടോപ്പിക്ക് സ്പെസിഫൈ ചെയ്തെടുത്ത് കൊടുക്കും. അതായത് ഇപ്പോൾ അക്കൗണ്ടൻസിയിലെ പ്രോബ്ലമാണ് ചെയ്യാൻ അറിയില്ലാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യും,
ആ പ്രോബ്ലം മാത്രം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാറുണ്ട്. അതുപോലെ ലോയിലെ ചില ഫീസുകളുടെ കാര്യങ്ങൾ വരുമ്പോൾ കൺഫ്യൂഷൻ വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അത് അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൂടുതൽ അല്ലെങ്കിൽ മജോറിറ്റി സ്റ്റുഡൻസിന് അത് അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. ഇതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും മുൻവർഷം നടന്ന എക്സാമുകളുടെ ചോദ്യം പ്രാക്ടീസ് ചെയ്യുക. അതെ, കാരണം നമ്മളെ സംബന്ധിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമുക്ക് പിന്നീട് വരുന്ന എക്സാമുകൾക്ക് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഡെയിലി എക്സാമും വീക്കിലി എക്സാമും കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് തെറ്റിപ്പോകുന്ന ചോദ്യങ്ങൾ അവർ കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് CSEB എക്സാമിന് ഈ ഒരു ചോദ്യം വരുമ്പോൾ ഒരു കൺഫ്യൂഷനും വരാണ്ട് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ തെറ്റിൽ നിന്നുമാണ് പഠിക്കുന്നത്. ഒരിക്കൽ തെറ്റിപ്പോയ ചോദ്യം നമ്മൾ എന്താണ് അതിൻ്റെ ശരി ഉത്തരം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് തെറ്റിപ്പോകില്ല. ആ രീതിയിലാണ് നമ്മുടെ സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സർ. അപ്പോൾ CSEB എക്സാമിന് വേണ്ടി നോക്കുന്ന കുട്ടികളോട് അവസാനമായി സാറിന് എന്താ പറയാനുള്ളത്? അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ ടൈം ടേബിൾ വേണം. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ, ഹൗസ് വൈഫ്, അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ ഒരു ഇൻഡിവിജ്വൽ ടൈം ടേബിൾ വേണം. അതായത് വീട്ടിലെ ജോലി ചെയ്യാനായിട്ട് ഇത്ര സമയം, ഓഫീസിൽ പോയി വരാനായിട്ട് സമയം, അത് കഴിഞ്ഞ് എത്ര സമയം എനിക്ക് പഠിക്കുവാനായിട്ട് പറ്റും, അതുപോലെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എന്നെ കൊണ്ട് പറ്റും, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് എത്ര സമയം, അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. കാരണം CSEB ഉദ്യോഗാർത്ഥി ലക്ഷ്യം വെക്കുന്നത് 1ാം റാങ്കാണ്. ആ 1ാം റാങ്കിലേക്ക് എത്തിപ്പെടുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതിന് അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ആ വർദ്ധിച്ചു വരുന്ന കോമ്പറ്റീഷനാണ് ഇപ്പോൾ നമുക്ക് എല്ലാ മേഖലയിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ 1ാം റാങ്കിലേക്ക് എത്തണമെങ്കിൽ ഒരു ചിട്ടയായ പഠനമാണ് വേണ്ടത്. ഇപ്പോൾ ജോലിയോടൊപ്പം ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കുന്നവർക്കാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു CSEB എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുവാനായിട്ട് പറ്റും. പക്ഷേ അതിനൊരു ചിട്ടയായ ടൈം ടേബിൾ വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സമർപ്പണം കൂടി വേണ്ടതാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ CCയിലെ CSEBയുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒരു നമ്പർ വരുന്നുണ്ടാവും. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. എന്തായാലും സർ താങ്ക്സ്, ഒരുപാട് ഡൗട്ട്സിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായി. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. താങ്ക്